ഹലോ ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് മസാല മുന്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. സൂപ്പറായിരുന്നു കഴിക്കാനായിട്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും സെഞ്ചോട്ടനും ഫാദിയും കുഞ്ഞൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചൊരു കുട്ടി പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കല്യാൺ സൂപ്പർ മാർക്കറ്റിലാട്ടോ പോയിരുന്നത്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയതാണ്. കുഞ്ഞി ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്കൊന്നും അവൾ കണ്ടിട്ടുണ്ടായില്ല. ഇതൊരു ആർട്ടിഫിഷ്യൽ കേക്ക്സ് ആയിരുന്നു കേട്ടോ, ഒറിജിനലല്ല. എന്നാൽ കാണുമ്പോൾ ഒറിജിനലിനെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫാദി എനിക്ക് ഉപ്പിലിട്ട അരിനെല്ലിക്കയോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് കാണിച്ചു തരാനുണ്ട്. പിന്നെ കുഞ്ഞി എന്നിട്ടിപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആ കേക്ക് കാണിക്കാനാണ് കൊണ്ടുപോയത്. കാരണം അതൊരു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒറിജിനലല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഇതുപോലത്തെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പണ്ട് ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫേസ് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇതാക്കി ഇത് മുകളിലേക്ക് പമ്പ് ചെയ്ത് വരുന്നൊക്കെ കണ്ടിരുന്നു. സത്യമാണെന്നൊന്നും അറിയില്ല. ഞാൻ സഞ്ചാരനെ വെച്ച് വെറുതെ ചെയ്ത് നോക്കിയാണ്. അതിങ്ങനെ പമ്പ് ചെയ്ത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ആൻഡ് ഞങ്ങളപ്പോൾ നമുക്ക് കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാണ്. എനിക്കങ്ങനെ അത്ര വലിയ ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടേക്കാണ്? നെഹ്ദിയൊക്കെയാണ് ഗൈസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വന്നു. ഇതിന് പറയും. ഓക്കെ ഓക്കെ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഒരു വിഷ് ഫുൾഫില്ലായിട്ടോ ഇന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ എനിക്കൊരാഗ്രഹത്തിനിടയ്ക്ക് ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിരുന്നു, തേർഡ് സ്റ്റഡ് കുത്തിയിരുന്നു. എന്നിട്ട് പിന്നെ പിന്നെയും ഞാനതൊക്കെ ഉരുക്കളഞ്ഞു, വേണ്ട എന്ന് വെച്ചാൽ അതങ്ങനെ വീണ്ടും ഉണങ്ങി. ഇപ്പം എനിക്കങ്ങനെ വീണ്ടും ആഗ്രഹം തോന്നി, എനിക്ക് വീണ്ടും സ്റ്റഡ് കുത്താൻ തോന്നി. അങ്ങനെ ഗൈസ് ഞാൻ വീണ്ടും സ്റ്റഡ് കുത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നു. കാരണം ഞാൻ സിൽവറിൻ്റെ കമ്മലായിരുന്നു കുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം പിന്നെ അത് നോക്കി നടന്ന് ലാസ്റ്റ് എനിക്കത് കിട്ടി കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പും എല്ലാം എനിക്ക് കിട്ടി. അങ്ങനെ ഗൺ ഷൂട്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തട്ടാൻ കുത്തുന്നതാണ് ഇഷ്ടം, പക്ഷെ കുത്താൻ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഗൺ ഷൂട്ട് തന്നെ ആക്കി. എൻ്റെ മുഖത്തെ ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഞാനത് കുത്തിയിരിക്കുന്നു. കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമൊക്കെ. ഇത് ഉണങ്ങി കിട്ടണ വരെ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ലവ് യു, ബൈ.